സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ചെരുപ്പ് ഊരി. ഇത് കണ്ട് സ്വഹാബത്തും അവരുടെ പാദരക്ഷകൾ ഊരി. അങ്ങനെ നമസ്കാരത്തിന് ശേഷം സലാം വീട്ടിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളെല്ലാം പാദരക്ഷകൾ ഊരി വെച്ചത്? സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും അവര് പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഖലഅതന അലൈക ഫഖലഅനാ നിആലനാ. റസൂലേ, അങ്ങയുടെ ചെരുപ്പ് ഊരി വെക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു, അതുകൊണ്ടാണ് ഞങ്ങളും ഞങ്ങളുടെ പാദരക്ഷകൾ അഴിച്ചു വെച്ചത്. കണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തു, അത് അതേപോലെ പ്രാവർത്തികമാക്കുന്നു. അതേപോലെ സ്വഹാബത്ത് ചെയ്യണം. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ഞാൻ നമസ്കരിക്കാൻ നിന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചെരുപ്പിൽ നജസ് കലർന്നിട്ടുണ്ട്, അത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചെരുപ്പ് ഊരി വെച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് വിശദീകരിച്ചു. ഇതായിരുന്നു സ്വഹാബത്തിന്റെ നിലപാട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണം കൊണ്ടുള്ള ഒരു മോതിരം ധരിച്ചു, സ്വർണത്തിന്റെ ഒരു മോതിരം. ഈ മോതിരം കണ്ട സമയത്ത് സ്വഹാബത്തും ഈ മോതിരം ധരിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്വഹാബികളെല്ലാവരും ഫത്തഖദന്നാസു ഖവാതീമ മിൻ ദഹബിൻ, പ്രവാചകൻ സ്വർണത്തിന്റെ മോതിരം ധരിച്ചു. അത് കണ്ടതോടെ എല്ലാവരും ഓരോ സ്വർണത്തിന്റെ മോതിരം ധരിച്ചു വന്നു. ഫത്വറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല ലാ അൽബിസ്ഹു അബദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കയ്യിലുണ്ടായിരുന്ന മോതിരം എടുത്തെറിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ അത് ധരിക്കൂല. അത് കണ്ടു ആര്? സ്വഹാബത്തും അത് കണ്ടു. ഫത്വറഹന്നാസു ഖവാതീമഹും, സ്വഹാബത്ത് എന്ത് ചെയ്തു? അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ മോതിരം ഊരിയിട്ട് അവർ പറഞ്ഞു, അതെന്തേ നിങ്ങളിത് ചെയ്തത്? നിങ്ങൾ ചെയ്യുന്നത് കണ്ടു, സ്വർണം നിഷിദ്ധമാണ് എന്ന് എനിക്ക് വഹയി വന്നിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ഊരി എറിഞ്ഞത്. അതിന് വിശദീകരണം ആവശ്യമില്ല. പ്രവാചകൻ അത് ചെയ്യുന്നത് സഹാബത്ത് കാണുന്നു, അതേപോലെ അവരും അത് ചെയ്യുന്നു. ഇതായിരുന്നു സുന്നത്തിനോടുള്ള അവരുടെ കനിഷ്ഠ.